രക്ഷകനേ, നിൻ വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാ വെളിച്ചം കാണുന്നു, സ്വർഗസപിതാവിൻ കാതിരേ ശോഭിപ്പിക്കാം ഞങ്ങളെ ഇന്ന്. സുഭാനിറഞ്ഞോ രാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസരാ ഞങ്ങളുടെ ദുഃഖിതാ ദുർമോഹം ശമനം നയ്യോ വിളിക്കുന്നു നിന്നാമത്തെ. മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും യോഹന്നാനോടും മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ ഏകപുത്രവും വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സകല മനുഷ്യരുടെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധ കന്യാമറിയാമിൽ ജഡം ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധ തൃത്വത്തിൽ ഒരുവനും തന്റെ പിതാവിനോടും ജീവനുള്ള തന്റെ വിശുദ്ധ റുഹായോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മെസ്സിയാ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ
പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സമയത്ത് ദർശനത്തിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും ഉപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് സ്ലീഹയുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നും. കർത്താവേ, വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണം എന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരുത്തികളെ ഭർതൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരായും വീട്ടുകാര്യം നോക്കുന്നവരായും ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറപ്പാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനവും ഉള്ളവനായിരിക്കുക. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർപ്പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പീൻ. സകല മനുഷ്യർക്കും രക്ഷാകരമായ
ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല ധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സജ്ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീന അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൻ ലഓൽമീൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ച പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്തതയുമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടി കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ ശ്വസിച്ചു കൊണ്ടാടുന്നു. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായ ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവനു മുൻപായി അയക്കപ്പെട്ടവനത്രയെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. ഉപദേശം, ശാസന, ശിക്ഷാനീതിലാഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാൻ കൃപയുള്ളവനായ പരമപിതാവേ, വേഗം നീ റൂഹായാലേ അരുളിടണമെന്നും. ബാരിക്കുമോസ് കൗമൻ കാലോസ്. നാം എല്ലാവരും പ്രാർത്ഥിച്ച്
കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ തിരുവിഷ്ടപ്രകാരം തന്റെ മുൻപാകെ വെടുപ്പും വിശുദ്ധിയുമുള്ള പ്രാർത്ഥനകൾ കഴിപ്പാനായി പൂർണ്ണതയും വിശുദ്ധിയുമുള്ള ജനമായി തനിക്ക് നമ്മെ ചേർത്ത് കൊള്ളുവാനായിട്ട് തന്റെ പിതാവിന് തന്നെ അർപ്പിച്ച ജീവനും വിശുദ്ധിയുമുള്ള യാഗം വാഴ്ത്തപ്പെട്ടതാകുന്നു. തനിക്ക് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുസ്സിന്റെ നാളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനമെന്നേക്കും യോഗ്യമായിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണമായി ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാവുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായി മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് തിരുമള്ളി ചെയ്യണമേ. ഞങ്ങളെ സഹായത്തിന് തുണയ്ക്ക് നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസ്ഥാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. യുഗങ്ങൾക്ക് മുന്നമേ മാതാവില്ലാതെ തന്റെ മഹത്വമുള്ള പിതാവിൽ നിന്ന് ജനിക്കുകയും കാലാവസാനത്തിൽ പിതാവില്ലാതെ കന്യാവ്രതമുള്ള മാതാവിൽ നിന്ന് ജാതമാകുകയും ചെയ്ത ലോകങ്ങളുടെ നാഥനും മനസ്സോടെ ശ്ലീബാമരത്തിന്മേൽ യാഗമായി അർപ്പിക്കപ്പെടുകയും തന്റെ യാഗത്താൽ ജാതികളെയും ജനങ്ങളെയും നീതീകരിക്കുകയും ചെയ്തവനായി കന്യകയായ പെണ്ണാടിന്റെ കുട്ടിയായ കുഞ്ഞാടുമായി ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ ദൈവികമായി യാഗം ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ അരിഷ്ടതയിൽ നിന്ന് നീ കടാക്ഷിക്കണമേ. ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിൽ നീ വസിക്കണമേ. ഞങ്ങൾ നിന്റെ ദൈവത്വത്തിന് വെടിപ്പുള്ള വാസസ്ഥലങ്ങളായി തീരുവാനും സ്വർഗീയ സൈന്യങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പ്രകാരം നീ ഞങ്ങളിൽ വസിച്ച് പ്രസാദിപ്പാനുമായി ഞങ്ങൾ ഹൃദയങ്ങളെയും വിചാരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, നിന്റെ വിശുദ്ധ ശരീരത്തിന്റെയും വിലയേറിയ രക്തത്തിന്റെയും സംബന്ധം മൂലം ഞങ്ങളുടെ അവയവങ്ങളിൽ നിന്ന് പാപത്തിന്റെ സകല ഉൾപ്പിടപ്പുകളും ദഹിച്ചു പോകുമാറാകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പുണ്യമുണ്ടാക്കുന്ന രക്തവും ഞങ്ങൾക്ക് ജീവന്റെ പുളിമാവും നിത്യജീവന്റെ അച്ചാരവുമായിരിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും
എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ എന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിളറുഹായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോട് നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കുവാനുള്ളവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത്തെ അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് തിരുവനന്തപുരം മൂന്നാം ദിവസത്തിനേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിനവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാതത്തോടെ വരുമാനമായ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ ഐക്യപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ജീവനും വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരും പരിപാലിക്കുന്ന ലോകത്തിലെ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. Barkimos Omen Carlos. പാട്ടിന്റെ 1-2 ചരണങ്ങൾ പാടുമ്പോൾ സ്തോത്ര കാഴ്ച അർപ്പിക്കാവുന്നതത്രേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട് തീടേണമേ. എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എന്നെ യഹോവേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട് തീടേണമേ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, എല്ലായ്പ്പോഴും അവിടുത്തെ സന്നിധിയിൽ നന്ദി പറയുവാൻ വ്യത്യസ്തമായ മുഖാന്തരങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വിനയമുള്ളവരായി താഴ്മയുള്ളവരായി സകലവും അവിടുത്തെ വലിയ കൃപയാൽ സാധ്യമായി തീർന്നു എന്നുള്ളതായ വിചാരത്തിലും വിശ്വാസത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ഞങ്ങളെ തന്നെയും ഞങ്ങൾക്കുള്ളവയും സമർപ്പിക്കുവാൻ ഒരുക്കമുള്ളവരായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എളിയ കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുന്നത്. വലിയ നന്മകളാണ് അവിടുന്ന് എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അത് ഓർക്കുവാനും എല്ലായ്പ്പോഴും നന്ദി പറയുവാനും ഞങ്ങളെ സഹായിക്കണം. ഈ കാഴ്ചകൾ അവിടുത്തെ നാമമഹത്വത്തിന് കാരണമാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
കർത്താവിൽ പ്രിയരെ, ഏവൻഗേലിയനായി വായിച്ചതായ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ ഇന്ന് സഭയായി ശിഷ്യത്വം എന്നുള്ള വിഷയത്തെ ധ്യാനിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ്. ശിഷ്യത്വം, സാക്ഷ്യത്തിനുള്ള വിളി, ഡിസൈപ്പിൾഷിപ്പ്, കോളിംഗ് ഫോർ വിറ്റ്നസ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് നൽകുന്ന ദിവ്യ ആലോചനകൾക്കായിട്ട് സ്തോത്രം. ഇന്നും വചനം ധ്യാനിപ്പാനായിട്ട് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. അവിടുന്ന് ഈ വചനത്തിൽ കൂടി ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, പ്രത്യാശ നൽകണമേ, സമാധാനമുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശിഷ്യത്വം എന്താണ്, ആരാണ് ശിഷ്യൻ എന്നൊക്കെയുള്ളതായ ഒത്തിരിയേറെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾക്ക് ഉണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരുടെ അസൂയ പൂണ്ട ഒരു പരാതിക്ക് മറുപടിയായി യോഹന്നാൻ സ്നാപകൻ പറയുന്നതായ മറുപടിയാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ പറയുന്നതായിട്ട് കാണുന്നു, നീ സാക്ഷീകരിച്ചിരിക്കുന്നതായ ഒരുവൻ, അവൻ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറയുക. യേശു കർത്താവിന്റെ അടുത്തേക്ക് കൂടുതൽ ആളുകൾ പോകുന്നു എന്നുള്ളതായ നിലയിൽ അസൂയ പൂണ്ട ഒരു പരാതി പറയുകയാണ്. ഇവിടെയാണ് താനും ഒരു ശിഷ്യൻ എന്നുള്ളതായ നിലയിൽ തൻ്റെ ദൗത്യമെന്ത്, താൻ എങ്ങനെയായിരിക്കണം എന്ന് യോഹന്നാൻ ഈ ശിഷ്യരോട് പറയുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. 3 വാക്കുകളിലും ആശയങ്ങളിലും ഈ വേദഭാഗം ഹ്രസ്വമായി ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കാം. 1, ക്രിസ്തുവിനെ സാക്ഷീകരിക്കുക, ടെസ്റ്റിഫൈ ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് ശിഷ്യന്റെ പരമപ്രധാനമായിട്ടുള്ളതായ കർമ്മം. യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും എല്ലായ്പ്പോഴും ഉള്ളതായ ദൗത്യം. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവല്ല, ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ട് വേണ്ടി മാത്രം വന്നിട്ടുള്ളവനാണ്. ആയതിനാൽ ഞാൻ ക്രിസ്തു എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അത് മാറണം. ഞാനല്ല ക്രിസ്തു. ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ക്രിസ്തു ആര് എന്ന് കാണിക്കുക. ഇവിടെ യേശു കർത്താവിന്റെ ശ്രേഷ്ഠതയെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ് വിസ്തരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ ആർക്കും ഇത് ലഭിക്കത്തില്ല. സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതായ മഹിമയുടെ അടിസ്ഥാനത്തിലാണ് യേശു ക്രിസ്തു ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുക. ഏത് സാഹചര്യത്തിലും, അത് വേദനയുടെയും നഷ്ടത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ നടുവിലും യേശു കർത്താവിനെ ഉയർത്തിക്കാട്ടുവാനായിട്ട് ഒരു ക്രിസ്തു ശിഷ്യന് കഴിയണം എന്നുള്ളതായ വലിയ വെല്ലുവിളിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. COVID-19 രോഗത്തിന്റെ പശ്ചാത്തലത്തിലും തകർന്നു തരിപ്പണമായിരിക്കുന്നതായ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളുടെ പശ്ചാത്തലത്തിൽ ഏതൊരാൾക്കും യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുക, സാക്ഷീകരിക്കുക എന്ന് പറയുന്നത് നിശ്ചയമായും ഒരു വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഒരു ശിഷ്യൻ അതാണ് ചെയ്യേണ്ടുന്നത് എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്, നല്ലതിനെ സാംശീകരിക്കുക എന്നുള്ളതാണ്. ഇംബൈബ് ഗുഡ്നസ്. നല്ലത് എന്താണ്, അത് സാംശീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? നമ്മുടെ ചുറ്റുപാടുകളിൽ നല്ലതും കെട്ടതുമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ടാവാം. എന്നാൽ നല്ലതിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നിങ്ങളിങ്ങനെ അസൂയപ്പെടേണ്ടുന്നതായ കാര്യമില്ല. അവരെ മതിച്ചിരുന്നതായ അകാരണമായ പരാതികളോ അല്ലെങ്കിൽ ജലസി, അസൂയയോ യോഹന്നാൻ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, മണവാളന്റെ സ്നേഹിതൻ മണവാളന്റെ സ്വരം കേട്ട് സന്തോഷിക്കുന്നു. ഇവിടെ എൻ്റെ ദൗത്യം പൂർത്തിയാകുന്നു എന്ന് യോഹന്നാൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് കണ്ട് അസൂയപ്പെടുകയല്ല. ഞാൻ സ്നാനം കഴിപ്പിച്ചതായ ഈ യേശു ക്രിസ്തു
എത്ര ഭംഗിയായിട്ട് തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്ന് കണ്ട് സന്തോഷിക്കുവാനായിട്ട് കഴിയുക. മറ്റ് ഉള്ളവരിലേക്ക് നോക്കി അസൂയപ്പെടുകയല്ല, മറ്റുള്ളവരെ നോക്കി പരാതിപ്പെടുകയല്ല, ദൈവത്തെ എല്ലായ്പ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് നല്ലതിനെ സ്വാംശീകരിക്കുവാനായിട്ടുള്ളതായ വെല്ലുവിളിയാണ് ശിഷ്യർക്ക് ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാളുകളിൽ ഒത്തിരിയേറെ തിന്മകൾ നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ട് എങ്കിലും നല്ലത് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. 3, നന്മയെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. റിയലൈസ് വെർച്യൂസ്. നന്മ സാക്ഷാത്കരിക്കപ്പെടുവാനായിട്ടിടയാകണം, അത് നടപ്പിലാകുവാനായിട്ടിടയായി തീരണം. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, അവൻ വളരണം, ഞാൻ കുറയണം. ഇതാണ് സംഭവിക്കേണ്ടുന്നത്. ഞാൻ സ്നാനം കഴിപ്പിച്ചോ ഈ ദൗത്യത്തിന് വഴിയൊരുക്കുകയോ എന്നുള്ളതല്ല പ്രസക്തി. എന്നാൽ ഓരോ നിമിഷവും ക്രിസ്തുവിന്റെ പേരും ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളും ക്രിസ്തുവിന്റെ ജീവിതാനുഭവങ്ങളും പഠിപ്പിക്കലും ലോകമെമ്പാടും വളരുവാനായിട്ടിടയാകണം. ഞാൻ കുറയണം. മറ്റുള്ളവൻ വളരണം എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് നന്മയുടെ അനുഭവമാണ്. ഈ നന്മയെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഒരു ശിഷ്യന്റെ ദൗത്യം. അതുകൊണ്ട് ഞാനും നിങ്ങളും മറ്റൊരുവൻ വളരുവാനായിട്ടുള്ളതായ സാഹചര്യങ്ങൾ ഒരുക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്. അവരുടെ വേദനയിലും സങ്കടത്തിലും ദുഃഖത്തിലും നഷ്ടത്തിലും ഒക്കെ കൂട്ടായി കൂടെ ഇരുന്ന് അവര് വളരണം എന്നുള്ളതായ വലിയ ആഹ്വാനമാണ് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ഇത് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഒരു ശിഷ്യന്റെ അനുഭവം. 3 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചു. ഒന്ന് പറഞ്ഞത് സാക്ഷീകരണം എന്നുള്ളതായ വാക്ക് ആണ്. യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുക എന്നുള്ളതാണ് ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളതായ ഘടന. 2, സാംശീകരിക്കുക എന്നാണ് പറഞ്ഞത്. എന്താണ് സാംശീകരിക്കേണ്ടുന്നത്? നല്ലത് സാംശീകരിക്കുവാനായിട്ടിടയായി തീരണം. ചുറ്റുപാടുകളിൽ നിന്ന് നല്ലത് മാത്രം സ്വീകരിക്കുക, മോശമായതിനെ വിട്ട് കളയുക. ഇംബൈബ് ഗുഡ്നസ്. 3 പറയാൻ ശ്രമിച്ചത് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. എന്താണ് സാക്ഷാത്കരിക്കപ്പെടേണ്ടുന്നത്? നന്മയാണ്. എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുന്നതായ റിയലൈസ് വിർച്യൂസ്. ഡീട്രിച്ച് ബോൺഹോഫർ 1920-കളിൽ 30-കളിൽ 40-കളിലൊക്കെ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചതായ ഒരു വൈദികൻ എന്നുള്ളതായ ലൂതറൻ സഭയുടെ വൈദികൻ എന്നുള്ളതായ നിലയിലും ഒരു തിയോളജിയൻ, ഒരു ഫിലോസഫർ എന്നുള്ളതായ നിലയിലും ഒരു രക്തസാക്ഷി എന്നുള്ളതായ നിലയിലും ഒക്കെ നമുക്ക് പരിചിതനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇപ്രകാരമാണ്: ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ഡിസൈപ്പിൾഷിപ്പ് ഈസ് ഓൾവേസ് ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനിത്വമുണ്ട്, എന്നാൽ ശിഷ്യരെ കാണാനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്തു ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഞാനും നിങ്ങളും ശിഷ്യരായി തീരുക. ശിഷ്യരായി തീരുവാനായിട്ട് സാംശീകരിക്കേണ്ടത് സാംശീകരിക്കുകയും സാക്ഷാത്കരിക്കപ്പെടേണ്ടത് സാക്ഷാത്കരിക്കപ്പെടുകയും സാക്ഷീകരിക്കേണ്ടത് സാക്ഷീകരിക്കുവാനും ഇടയാണ്. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എപ്പോഴും സഹായിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, വളരെ പ്രയാസമേറിയതായ ഒരു ജീവിത പശ്ചാത്തലത്തിൽ കൂടി ഞങ്ങളെയൊക്കെ കടന്നു പോവുക. ലോകമെമ്പാടും അനവധി ആളുകൾ ഭീതിയിലും ആശങ്കയിലും നിരാശയിലും ഒക്കെ കഴിയുക. സ്വർഗത്തിലെ അപ്പച്ചൻ ദേശത്തിന്, രാജ്യത്തിന്, ലോകത്തിന് സൗഖ്യവും സമാധാനവും നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഒരു ശിഷ്യ എന്നുള്ളതായ നിലയിൽ ശിഷ്യത്വത്തിന്റെ മൂല്യവും അതിന്റെ അർത്ഥവും അതിന്റെ സാധ്യതയും അതിന്റെ വെല്ലുവിളിയും തിരിച്ചറിഞ്ഞ് ഏറെ ഹൃദ്യമായ വിധത്തിൽ ജീവിക്കുവാൻ, നന്മ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദേവാലയങ്ങളിൽ ഒത്തുകൂടുവാനായിട്ട് കഴിയാത്തതായ സാഹചര്യം, അതിന് സങ്കടത്തിൽ കഴിയുന്നവരും ഉണ്ട്. എന്നാലോ ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളൊക്കെ ഞങ്ങളുടെ ആരാധന അനുഭവങ്ങൾ ഏറെ ശ്രേഷ്ഠമായ വിധത്തിൽ പ്രദാനം ചെയ്ത് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീടുകളിലും തൊഴിൽ മേഖലയിലും സഞ്ചരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ എല്ലായ്പ്പോഴും പ്രാർത്ഥനാപൂർവം ആയിരിക്കുവാൻ, ശിഷ്യത്വത്തിന്റെ മൂല്യം ഉയർത്തിക്കാട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണം. വരും ദിവസങ്ങളിൽ കൂടുതൽ സന്തോഷമുള്ളവരും ലോകത്തിന്റെ വിടുതല് കണ്ട് സന്തോഷിക്കുന്നവരുമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ഹൃദയത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി വിനയത്തോടുകൂടി ദൈവാസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ, കുറവുകളെ നമുക്ക് ഏറ്റുപറയാം. കുംഭസാരത്തിന്റെ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലാം. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ ന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എന്റെ ഹൃദയ കൈകളെ നിങ്കലേക്ക് നീട്ടി എന്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചു കൊള്ളുന്നു. ഞാൻ മുഴുവനും നിങ്കലായിരിക്കാനും നിന്റെ ദിവ്യ രഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിപ്പാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ, എൻ്റെ കണ്ണുകളെയും വ്യർത്ഥകാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ, എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സിലും സകല പാപവും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുശീലം നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എന്റെ സഹോദരനും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പീ. സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐകമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുകുല സുബ്ഹാൻ ലഓൽ മീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ
ദൈവികമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. മശിഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുള്ള ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുസന്നിധി ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണങ്ങുന്നു. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ഹോശോ വബുകുല സബാൻ ലഓൽമീൻ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും കൊണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതുമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും കർത്താവേ, തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയന്മാരുടെ ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായെയും അവനെടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, കൊണ്ടാടുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ വരവായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സംരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികളിൻ പ്രകാരം
പ്രതിപകരം നൽകുന്ന പരിഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു കൊല്ലുന്നു. ലാബോ കാതുമറോ. സർവശക്തിയുള്ളതായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ എന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. ഈ അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുകുല സുബ്ഹാൻ ഓൽമീൻ. കർത്താവേ, നാല് ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽക്കൃതക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലിത്തായെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയഡോഷ്യസ്, യാക്കീം മാർ കോർലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തിമോഥെയോസ്, ഐസക് മാർ പീലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ, ഷെമ്മാശന്മാർ മുതലായി പട്ടണത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കേണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കേണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് ശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപൂർത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് വീണ്ടും നമുക്ക് സമയം ചിലവിടാം. ലോകരാഷ്ട്രങ്ങളെയൊക്കെ ഓർക്കാം. സൗത്ത് ആഫ്രിക്കയുടെ പ്രദേശങ്ങളെ ഓർക്കാം. ബ്രസീൽ, അമേരിക്കൻ നാടുകളെ ഓർക്കാം. ഇറ്റലിയും ബ്രിട്ടനും മറ്റ് അതുപോലെ തന്നെ COVID-19 രോഗം ബാധിച്ച് ഒത്തിരിയേറെ പ്രയാസത്തിലകപ്പെട്ടു പോയതായ രാഷ്ട്രങ്ങളെയെല്ലാം ഏൽപ്പിക്കാം. റഷ്യക്കായിട്ട് പ്രാർത്ഥിക്കാം. അതിർത്തികളിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ സംഘർഷ അനുഭവങ്ങൾ കർത്താവേ അതിന് അയവ് വരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഓർക്കാം.
പ്രത്യേകിച്ച് തമിഴ്നാട്, മഹാരാഷ്ട്ര, ഡൽഹി ആദിയായ സംസ്ഥാനങ്ങളെ പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും മരണനിരക്ക് കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കർത്താവെ, വലിയ വിപത്തിൽ നിന്ന് ഞങ്ങളുടെ രാഷ്ട്രത്തെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ സംസ്ഥാനത്തെയൊക്കെ വിടുവിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതൊക്കെ വിധത്തിൽ ശ്രദ്ധിക്കണമോ, ജാഗ്രത പുലർത്തേണ്ടുന്നതായ എല്ലാ മേഖലയിലും ജാഗ്രത കുറവ് വരാതിരിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ആരോഗ്യ മേഖലയിലുള്ളതായ പ്രവർത്തകരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം വാഴ്ത്തണമേ, അവരെയൊക്കെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായി കഴിയുന്നവർ, അവരുടെ കുടുംബാംഗങ്ങൾ, നിരീക്ഷണത്തിലായിരിക്കുന്നവർ, അവരുടെ കുടുംബാംഗങ്ങൾ, വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഈ ദിവസങ്ങളിൽ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവർ, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, എല്ലാവരെയും ഏൽപ്പിക്കാം. ഈ ദിവസങ്ങളിൽ റിസൾട്ടുകളൊക്കെ ഡിക്ലെയർ ചെയ്യുവാനായിട്ട് തുടങ്ങുന്നുവല്ലോ. ഉപരിപഠനവുമായി ബന്ധപ്പെട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും ഇവരെ ഒരുപോലെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ടവരോ, ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയിൽ കഴിയുന്നവരെ ഓർക്കാം. സ്വദേശത്ത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും ജോലി ചെയ്യുന്നവരെ, പ്രിയപ്പെട്ടവരോടൊപ്പം പാർക്കുന്നവരെ, പഠിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഇടവക ജനങ്ങൾ അത്തരത്തിൽ പലയിടങ്ങളിലായി പാർക്കുന്നവരെ പ്രത്യേകമായി ഓർക്കാം. മുതിർന്ന ആളുകൾക്കായിട്ട് പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിൽ, രോഗത്തിൽ കഴിയുന്നവർക്കായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയെ ഓർക്കാം. കർത്താവേ, വരും ദിവസങ്ങളിൽ ശുഭകരമായ വാർത്ത ഞങ്ങളുടെ ദേശത്ത് നിന്ന്, രാജ്യത്ത് നിന്ന്, ലോകമെമ്പാടും കേട്ട് എല്ലാം സ്വസ്ഥതയിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് പോകുന്നുവെന്ന് തിരിച്ചറിയുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആരോഗ്യം ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടത്തിൽ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും അന്ത്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയെ മാത്രമുള്ള ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. കർത്താവേ, ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏത് പിതാവ് പരിശുദ്ധനാകുന്നു, ഏത് പുത്രൻ പരിശുദ്ധനാകുന്നു, ഏത് റൂഹായി പരിശുദ്ധനാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ തന്നെയാകുന്നു. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ
അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതുമുണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏകറുവായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദിമുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ജീവികളായി നടന്നപ്പോഴുപദേശിച്ചിട്ടുള്ളവരാ പുണ്യ പിതാക്കളെ പ്രാർത്ഥന കാഴ്ചകളൊക്കെയിലും ഓർത്തവരെ പിന്തുടരണം. ദൈവസുതനവരെ മോക്ഷേ അനുകൂലമാകും. നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണയ്ക്കണമേ. കുറിയേലായിസോ കുറിയേലായിസോ കുറിയേലായിസോ. എന്റെ സഹോദരനും വാത്സല്യവുമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്ത പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. ബാധിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. നിൻ ശരണത്തിൽ മൃതരാം നിൻ നാടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലെ ഗുണത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കണമേ. സൗമൻ കാലോസ് കുറിയേലായിസോ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു. നിന്നുയർപ്പാലതു മാഞ്ഞതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാം. സ്വന്തം മനത്താൽ ഞങ്ങൾ ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദമുള്ള സ്തുതി പാടുവാൻ മണ്ണിലെങ്കിലെ എഴുന്നേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം വന്ദിന്റെ സ്തുതിയുമാകുന്നു. ആദ്യമുതലുള്ള തലമുറയിലേക്ക് നിനക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളെ ഉയർന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവം എന്നേക്കും തിരുസല മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെടുന്നതുമായ സ്തോത്രയാഗങ്ങളെ കൈക്കൊള്ളുവീൻ. മഹാദൈവ രക്ഷിതാ
കർത്താവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്ര കരുണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, സ്തുതി. ഞങ്ങളുടെ കർത്താവേ, സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, സ്തുതി. വിമോചനത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിനാൽ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. ആമേൻ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭൂലോകം മുഴുവനും നിന്നെ മുട്ടുനിൽക്കും. സകലനാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉറത്തെഴുന്നേൽപ്പിക്കുന്നവനും അവരെ വൃത്തിയാശയം നീ ആകൊണ്ട് ഞങ്ങളോട് കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ
നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൃശ്യരക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവൂടെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുശക്തികളെ കൈക്കൊണ്ടതിനു ശേഷം തിരുസന്നിധിയിൽ നിങ്ങളെ ഞങ്ങൾ വണങ്ങുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതവനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇടവിടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമീൻ. ബാറയ്ക്കുമോ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങളെയെല്ലാം വാഴ്ത്തണമേ. ഞങ്ങൾക്കുള്ള സൃഷ്ടാവേ, ഞങ്ങളെയെല്ലാം കാക്കണമേ. സകലത്തിനും ഉടയവനായി തുണയേകീടും കർത്താവേ, രക്ഷയ്ക്കുള്ള വഴിയേ നീ ഞങ്ങൾക്കെന്നും കാണിക്ക. കർത്താവേ, തിരുസുരിശ്രദാസന്റെ പ്രാർത്ഥന അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ വിപത്തുകൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴുകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി അവിടുത്തെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മാത്രമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ നിങ്ങൾ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ തിരിഞ്ഞ് സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ക്രിസ്തേശുവിൻ കുരിശാലും മധ്യസ്ഥ പ്രാർത്ഥനയാലും ശിക്ഷകൾ ഞങ്ങളിൽ നിന്നൊഴിച്ച് രക്ഷയിലാക്കി കാ